പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. ദൈവകരുണയുടെ തിരുനാൾ. തിരുനാളുകളുടെ തിരുനാളായ വലിയ ഉത്സവമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഇത് ഭാഗ്യമായ ഒരു ആഘോഷമല്ല, പിന്നെയോ കർത്താവിന്റെ കരുണയില് പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഇന്ന് പൊതു ഞായറാഴ്ച നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറഞ്ഞാല് ഈശോയുടെ ഒരു മുൻകൈയെടുക്കലാണ്. തോമാസ് ശ്ലീഹായുടെ സംശയം, അദ്ദേഹത്തിന്റെ പറച്ചില്, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാരുണ്യവാനായ കർത്താവ്, തോമസ് നീ ഇവിടെ വരിക, എന്റെ മുറിവുകൾ കാണുക, പാർശ്വത്തിൽ കൈവയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാവുക എന്ന് പറഞ്ഞ് വലിയ കരുണ തോമാസ് ശ്ലീഹായുടെ മേൽ ചൊരിഞ്ഞ ആ പുണ്യദിനം, ആ പുണ്യദിനത്തിൽ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈ കരുണ ലോകമെങ്ങും സ്വന്തമാക്കണം, അറിയപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോ ഈ കരുണയുടെ തിരുനാൾ നമുക്ക് വേണ്ടി സ്ഥാപിച്ചു. മനുഷ്യന്റെ രക്ഷയ്ക്ക് അവസാനത്തെ പ്രതീക്ഷ, അവസാനത്തെ ഒറ്റ വഴി, അതാണ് ഈ കരുണയുടെ തിരുനാൾ എന്ന് പറഞ്ഞ് ഈ കരുണയിലേക്ക് ലോകം മുഴുവനെയും കൊണ്ടുവരാൻ പറഞ്ഞ് കഴിഞ്ഞ 9 ദിവസം നൊവേനയിലൂടെ ഓരോ മേഖലകളിലുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ ഉത്സവത്തിലേക്ക്, ഈ കരുണയുടെ നിലയില്ലാത്ത കടലിലേക്ക് കർത്താവിന്റെ മനസ്സറിഞ്ഞ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ കരുണയുടെ തിരുനാളില് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നൽകുന്ന വാഗ്ദാനം ഒരു പുതിയ മാമോദീസ, പൂർണ്ണ ദണ്ഡവിമോചനം, കാലിക ശിക്ഷയിൽ നിന്ന് നിത്യശിക്ഷയിൽ നിന്ന് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ കാലികമായിട്ടുള്ള, നമുക്കറിയാം ഓരോ പാപത്തിനും അതിന് ശിക്ഷയുണ്ട്. കാലിക ശിക്ഷ, ആ കാലിക ശിക്ഷയിൽ നിന്നൊക്കെ, ദണ്ഡങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മോചനം നൽകി കർത്താവ് തന്റെ മക്കളോട് കാണിക്കുന്ന വലിയ കരുണ. എന്താണ് ഈ മക്കളെ കരുണ? പാപത്തെ ഏറ്റെടുത്ത്, എല്ലാ ശിക്ഷകളും ഏറ്റെടുത്ത്, നാം വഹിക്കേണ്ട മുറിവുകളെ ഏറ്റെടുത്ത്, നാം വഹിക്കേണ്ട ക്ഷതങ്ങളെ ഏറ്റെടുത്ത്, നാം ചിന്തേണ്ട രക്തത്തിന് പകരം ഈശോ രക്തം ചിന്തി, നാം മരിക്കേണ്ട മരണത്തിന് പകരം ഈശോ മരിച്ച് നമുക്ക് ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മോട് കാണിച്ച വലിയ കരുണ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയില്, ആ പീഡാസഹനങ്ങളിലൂടെ കർത്താവ് നൽകിയ ആ വലിയ കരുണ സ്വന്തമാക്കിയെടുക്കാനും ഈശോ നമ്മെ ഇന്ന് വിളിച്ചിരിക്കുമ്പോ നമ്മളെല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് ഈ പുതിയ അഭിഷേകത്തിൽ ഈ കരുണയുടെ നിലയില്ലാത്ത കടലിലേക്ക് ആഴ്ന്നുകൊണ്ട് ഇന്ന് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കണം. മാമോദീസ നമുക്കറിയാം, ജന്മപാപത്തിൽ നിന്ന് മോചനം, പുതിയ സൃഷ്ടിയാകുന്ന വലിയ അഭിഷേകം, ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്ന അഭിഷേകം. അതുപോലത്തെ ഒരു അഭിഷേകത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കുകയാണ്. ക്രിസ്തുവിൽ ആയിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവര്, ഈ കരുണയിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവര്, വിളിക്കപ്പെട്ട് ഭാഗ്യം ലഭിച്ചവര്, അതുകൊണ്ട് അതിലേക്ക് വന്ന് പൗലോസ് ശ്ലീഹ റോമ 8:1-2 പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധി ഇല്ല. വീണ്ടും പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ജന്മമാണ്. യേശു ക്രിസ്തു ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ജീവനാണ്, പുതിയ ശക്തിയാണ്, പുതിയ അഭിഷേകമാണ്, പുതിയതാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് ആരംഭിച്ചിരിക്കുന്നു. പുതുഞായർ, പുതിയ അഭിഷേകം, പുതിയ ശക്തി എല്ലാം പുതുതാക്കിക്കൊണ്ട് ഈ കരുണയുടെ തിരുനാളിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കരുണയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, ലോകം മുഴുവനെ സമർപ്പിക്കാം. ലോകം മുഴുവന്റെ മേലും ഈ വലിയ കരുണ ചൊരിയപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോ കരങ്ങൾ വിരിച്ചു പിടിച്ച് കർത്താവിന്റെ മഹാകരുണയിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ കർത്താവിന്റെ ഈ കരുണ നമ്മിലൂടെ മക്കളിലേക്ക്, ലോകം മുഴുവനിലേക്കും ചൊരിയപ്പെടണം. മാത്രമല്ല, ഈ കരുണയുടെ തിരുനാൾ ആഘോഷിച്ച് ഈ കരുണയുടെ ജപമാല ചൊല്ലി പീഡാസഹനങ്ങളെ അവകാശപ്പെട്ട് ഈ കരുണയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലോക ജീവിതം മരണാസന്നമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന അവസ്ഥകള്, ശുദ്ധീകരണ സ്ഥലത്ത്, ലോകത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവിന്റെ വലിയ സ്നേഹവും കരുണയും രക്ഷയിലേക്ക്, വിമോചനത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്,
വിടുതലിലേക്ക്, ദൈവികമായ എല്ലാ കൃപകളിലേക്കും നമ്മെ നയിക്കും. സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന കർത്താവിന്റെ വലിയ കരുണയിൽ പങ്കുചേർന്നുകൊണ്ട് ഈശോയാകുന്ന കരുണയെ സ്വന്തമാക്കി നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ ദിവ്യകാരുണ്യമായ ഈശോയെ സ്വന്തമാക്കി ഈശോയിൽ നമുക്ക് ജീവിക്കാൻ, ഈശോയിൽ നമുക്ക് വളരാം. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ക്രിസ്തുവിൽ ആയിരിക്കണം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ആ സമർപ്പണത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ പുതു ഞായറാഴ്ച ഈ പുതിയ സൃഷ്ടിയാകുന്ന ഈ കരുണയുടെ വലിയ അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി ദൈവ കരുണയുടെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ കൃപകളും നിറച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല തിരുനാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകൾ നേരുകയാണ്. പറഞ്ഞ പോലെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ജപമാലയും മറ്റു പ്രതിഷ്ഠകളും പ്രദക്ഷിണവും ഒക്കെ ആത്മീയമായിട്ട് കർത്താവിന്റെ കരുണയിലേക്ക് നമ്മെ ആനയിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കും. അത് ലൈവായിട്ടുണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. ദൈവത്തിന്റെ കരുണയാൽ നാമും നമ്മുടെ മക്കളും കുടുംബങ്ങളും നിറയപ്പെടട്ടെ. വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ, വലിയ ദൈവകരുണയാൽ നമ്മുടെ കുടുംബത്തിലും മക്കളിലും ജീവിതത്തിലും സംഭവിക്കട്ടെ. ആമേൻ. അല്പസമയം ആരാധനയില് ഈ കരുണയുടെ സന്ദേശങ്ങളൊക്കെ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യനാഥ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ആരാധനയായിരിക്കാം. നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈ കരുണയുടെ മഹാതിരുനാളിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയുടെ കരുണയെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കാണിച്ച വലിയ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം 9 ദിവസത്തെ നൊവേന പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എല്ലാ മക്കളെയും അങ്ങയുടെ മനസ്സ് അനുസരിച്ച് സമർപ്പിച്ചുകൊണ്ട് എന്നീ തിരുനാൾ ആഘോഷിക്കുമ്പോ അങ്ങയുടെ വലിയ മനസ്സറിഞ്ഞ് കർത്താവേ, ആ കരുണയുടെ നിലയില്ലാത്ത കടലിൽ അങ്ങയുടെ രക്ഷാകര പ്രവൃത്തികൾ പൂർത്തീകരിച്ച ആ കരുണയുടെ സമൃദ്ധിയില് കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് ഇന്നേ ദിനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിനത്തിൽ അങ്ങ് ചൊരിയാൻ ആഗ്രഹിച്ച കൃപകള്, അനുഗ്രഹങ്ങള്, കാരുണ്യത്തിന്റെ ശക്തി കർത്താവേ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും ഞങ്ങളുടെ മക്കളിലേക്ക് പ്രത്യേകിച്ചും അങ്ങിന്റെ ദിനം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാപശക്തികൾ നിർവീര്യമാകട്ടെ, ശാപശക്തികൾ നിർവീര്യമാകട്ടെ, സാത്താനാധിപത്യങ്ങൾ അവസാനിക്കട്ടെ, അവൻ കെട്ടിവെച്ച കെട്ടുകൾ അവസാനിക്കട്ടെ, അവന്റെ ആധിപത്യം, അവന്റെ അധികാരം, അവന്റെ അവകാശം അങ്ങയുടെ കരുണയാൽ ഇന്ന് അവസാനിക്കപ്പെടട്ടെ. അതിനെല്ലാം ഏറെ കർത്താവേ, പുതിയ മാമോദീസായുടെ ശക്തി അങ്ങയിൽ ആയിരിക്കാൻ, അങ്ങയിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ അഭിഷേകം, ആ പുതിയ ശക്തി, ആ പുതിയ സൃഷ്ടി, ആ രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മഹാകരുണയിലേക്ക്, ആ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ കരുണയുടെ തിരുനാൾ ദിനത്തിൽ കർത്താവേ, അങ്ങയുടെ വലിയ കരുണയുടെ ശക്തി ഇപ്പോൾ അങ്ങയുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോയുടെ ചങ്കാണ് മക്കളെ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. ആ ഹൃദയം തുറന്നാണ് ഈശോ തന്റെ തിരുരക്തവും തിരുജലവും ഒഴുക്കിയത്. വിശുദ്ധ ഫൗസ്റ്റീനാണ് ഈശോ പറഞ്ഞുണ്ട്. ഈശോ ആ ഛായാചിത്രത്തിൽ നോക്കിക്കേ, 2 കിരണങ്ങൾ ഈശോയുടെ തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും പ്രതീകമാണ്. ഈ 2 കിരണങ്ങൾ അത് നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന സമയമാണ് ഈ കരുണയുടെ തിരുനാളില്. കർത്താവേ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ തിരുരക്തവും തിരുജലവും ആ കരുണയുടെ ശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും, ഈ മക്കൾ ആരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളിലേക്കും
അങ്ങയുടെ കരുണയുടെ പ്രവാഹം, കരുണയുടെ ശക്തി ഇപ്പോൾ നിറയട്ടെ, ഒഴുകിയിറങ്ങട്ടെ. ഈശോയെ, ആ വലിയ കരുണ, ആ വലിയ കരുണയുടെ പ്രവാഹം എല്ലാ മക്കളും അനുഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, പുതിയ അഭിഷേകം നിറയട്ടെ, ധൈര്യം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, വിശുദ്ധി പ്രാപിക്കട്ടെ, വലിയ വിടുതൽ സംഭവിക്കട്ടെ. പുതിയ അഭിഷേകം, പുതിയ ശക്തി, ജീവന്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ. ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ കരുണാർദ്ദ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, ഇപ്പോൾ ഈ നിമിഷം കർത്താവേ, അങ്ങയുടെ തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ കോട്ട കെട്ടണമേ. ആ രക്തത്താലും ജലത്താലും എല്ലാ മക്കളെയും കഴുകി വിശുദ്ധീകരിക്കണം. ഈ മക്കൾ വസിക്കുന്ന വീട്, ഇവരുടെ മക്കള്, ഇവരുടെ ജോലി, ഇവരുടെ ബിസിനസ്, മക്കളുടെ പഠനം, ഇവരുടെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം, ഉപജീവന മാർഗങ്ങൾ, വളർത്തുപക്ഷി മൃഗാദികൾ, വസ്തുവകകൾ, കർത്താവേ, എല്ലാം തിരുരക്തത്താലും തിരുജലത്താലും കഴുകി വിശുദ്ധീകരിക്കപ്പെടുക മാത്രമല്ല, ആ രക്തത്താലും ജലത്താലും കോട്ട കെട്ടണമേ. കർത്താവേ, സ്വർഗത്തിന്റെ സമാധാന സന്തോഷം നിറയട്ടെ. അങ്ങയുടെ കരുണയിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കാർമൽ ധ്യാന കേന്ദ്രത്തിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ 6 മണിയിലെ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ജപമാല, പ്രദക്ഷിണം, ആത്മീയമായ വലിയ ആഘോഷം അനേക മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈശോയെ, വരുന്ന മക്കളും ഓൺലൈനിൽ പങ്കെടുക്കുന്ന മക്കളും എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, വലിയ കരുണയാൽ നിറയപ്പെടട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായെ വലിയ മധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി നടത്തണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തോമാസ് ശ്ലീഹായെ പോലെ ഈശോയെ, അങ്ങയെ തൊട്ടുകൊണ്ട്, അങ്ങയെ സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങളെ മറ്റു പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, സാധിക്കുന്ന എല്ലാ മക്കളും കർത്താവിനെ തൊട്ട്, ദിവ്യകാരുണ്യ തൊട്ടിട്ട് പറ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ആ ഹൃദയത്തിൽ എന്നെ സമർപ്പിക്കുന്നു, ആ ഹൃദയത്തിൽ എന്റെ മക്കളെ സമർപ്പിക്കുന്നു, ആ ഹൃദയത്തിൽ എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, ആ ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. തൊട്ട് പ്രാർത്ഥിക്കും മക്കളെ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവേ, അങ്ങയിൽ ശരണപ്പെട്ട് അങ്ങയെ തൊട്ട് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ കരുണ ചൊരിഞ്ഞ് അങ്ങയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ഈ കരുണയുടെ തിരുനാളില് കർത്താവിന്റെ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് ഇത്ര വലിയ കരുണ കാണിക്കാൻ, കുരിശിൽ മരിച്ച് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് ചങ്ക് കുത്തി തുറന്ന് അവസാനത്തുള്ള രക്തവും ജലവും ഒഴുക്കിയ കർത്താവെ, ആ മഹാകരുണയിലേക്ക്, പറഞ്ഞറിയിക്കാനാകാത്ത, അളക്കാനാകാത്ത ആ വലിയ കരുണയിലേക്ക് ഞങ്ങളുടെ മക്കളെ ഇന്ന് പ്രത്യേകം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കരുണയുടെ തിരുനാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറച്ച് ഞങ്ങളുടെ പൊന്നുമക്കളെ ഈശോയെ കരുണ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ.